അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അഫലാ അക്കൂനു അബ്ദൻ ഷക്കൂറാ. ഞാൻ നന്ദിയുള്ള ഒരു ദാസനാകേണ്ടതില്ലേ? 10ാം ക്ലാസ്സിലെ തസ്കിയയിലെ 2ാമത്തെ പാഠം വായിക്കണം കേട്ടോ. സയ്യിദുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹബ്ബുൽ ഖൽഖി ഇലല്ലാഹി തആല. നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയാണ്. വഅഖറബുൽ ഇബാദി മിർ റബ്ബിഹി, തൻ്റെ രക്ഷിതാവിനോട് ഏറ്റവും അടുത്ത അടിമയുമാണ്. ومع ذلك كان أشد الناس خوفا من عذاب الله وأعظمهم حرصا في ثواب الله. എന്നിട്ടും അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഭയമുള്ളവരും അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് ഏറ്റവും ആഗ്രഹമുള്ളവരുമായിരുന്നു. നന്നാകും തോറും അള്ളാഹിനെക്കുറിച്ച് പേടിയാണ് വേണ്ടത്. ഇന്ന് കുറച്ച് നിസ്കാരം, കുറച്ച് സ്വലാത്തും ദിക്റും കൂടിയാൽ പിന്നെ ആരും പറ്റൂല. പിന്നെ ഓനിങ്ങനെ ആൾക്കാരെ കുറ്റം പറഞ്ഞെങ്ങാണ്ടോ എനിക്കൊന്നും ആവശ്യമില്ല, എനിക്കങ്ങനെ ഉണ്ട്, എനിക്ക് ഇങ്ങനെ ഉണ്ട്, അതല്ല വേണ്ടത്. ആൾ നന്നാകും തോറും അള്ളാഹ്ക്ക് എടുത്തു ഇഷ്ടം കൂടും തോറും ഓന് പേടി കൂടാ വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പെരും പേടിയായിരുന്നു അള്ളാഹിൻ്റെ അദാബിന്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൂലി വലിയ ഇഷ്ടമായിരുന്നു. ഫകാന സവ്വാമൻ വ ഖവ്വാമ, അവർ എപ്പോഴും നോമ്പെടുക്കുകയും രാത്രി നമസ്കരിക്കുകയും ചെയ്യുമായിരുന്നു. ഹത്താ റവൽ മുഗീറത്തു റളിയല്ലാഹു അൻഹു, മുഗീറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് എന്താണത്? അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാമ ഹത്താ തവർറമത് ഖദമാഹു ഫഖീല ലഹു ലിമ തസ്നഉ ഹാദാ. എന്താണ് മുഗീറ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാദങ്ങൾ നീരി വരുന്നത് വരെ നിന്ന് നമസ്കരിച്ചു. അപ്പോൾ ചോദിക്കപ്പെട്ടു, അങ്ങ് എന്തിനാണ് ഇത് ചെയ്യുന്നത്? നിസ്കരിച്ച് നിന്ന് കാലുമ നീര് വന്നു. സ്വാഭാവികം ചോദിക്കൂ, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? വഖദ് ഗഫറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നിരിക്കെ. അവിടുത്തെ മറുപടി, അഫലാ അകൂനു അബ്ദൻ ഷക്കൂറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നന്ദിയുള്ള ഒരു ദാസനാകേണ്ടതില്ലേ? ഇനി വേറെ കഥ പറയാണ്. വദാത ലൈലത്തിൻ ഖറഅ ഫീ ഖിയാമിൽ ലൈലി അൽ ബഖറത വ ആല ഇംറാന വന്നിസാഅ വൽ മാഇദ. ഒരു രാത്രി നമസ്കാരത്തിൽ അൽ ബഖറയും ആല ഇംറാനും നിസാഉം മാഇദയും എന്നീ അധ്യായങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. ഫറഖഅ വസജദ വജലസ ബൈന സജദതൈനി നഹവ മിൻ ഖദ്രി ഖിയാമിഹി, നൃത്തത്തിൻ്റെ അത്രയും സമയം തന്നെ റുകൂഅ്, സുജൂദ്, 2 സുജൂദുകൾക്കിടയിലെ ഇരുത്തവും ചെയ്തു. എത്ര നിന്നോ അത്രത്തോളം റുകൂഅ്, അത്രത്തോളം സുജൂദ്, അത്രത്തോളം സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം. وقال عبد الله بن السخير رضي الله عنه, അബ്ദുല്ലാഹ് ഇബ്നു സഖീർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്താ പറഞ്ഞത്? അതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യുസല്ലി വലിജൗഫിഹി അസീറുൻ കഅസീരിൽ മിർജൽ. ഞാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു. അവർ നമസ്കരിക്കുകയായിരുന്നു. തിരുമേനിയുടെ നെഞ്ചിൽ നിന്ന് അടുപ്പ് തിളക്കുന്ന ശബ്ദം പോലെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അടുപ്പത്ത് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ തിളക്കുമ്പോൾ തേങ്ങലുണ്ടാവും. ആ തേങ്ങ
അങ്ങനെ റസൂലുള്ളാഹിൻ്റെ അടുത്ത് കേൾക്കുന്നുണ്ട്. വേറൊന്ന് വക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وعلي بن أبي طالب رضي الله عنه ومرثد بن أبي المرثد رضي الله عنه يعتقبون بعيرا في مسيرهم إلى بدر. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അലിബിൻ അബി താലിബും മർസദ് അബിൽ മർസദും ബദർ യുദ്ധയാത്രയിൽ ഒരു ഒട്ടകത്തിൽ മാറി മാറി സവാരി ചെയ്യുകയായിരുന്നു. ബദറിലേക്ക് പോകാൻ വാഹനമില്ലാത്തതുകൊണ്ടേ ഒന്നെന്നെ ഇങ്ങനെ ഓഹരിച്ചേക്കാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോണ ഒട്ടകം അതിപ്പോൾ ആരൊക്കെ ഉണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്, അലി തങ്ങളുണ്ട്, മർസദും ഉണ്ട്. കുറച്ചാൾ നേരം ഒരാൾ കയറും, അയാൾ ഇറങ്ങുമ്പോൾ മറ്റൊരാൾ കയറും, അങ്ങനെ മൂന്നാളിങ്ങനെ മാറി. അങ്ങനെ ആയിരുന്നു. ഫലമ്മാ കാനത്ത് അഖബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സമീലാഹ് നഹ്നു നംശി അൻക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഊയം വന്നപ്പോൾ കൂട്ടുകാർ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾ അങ്ങേക്ക് പകരം നടക്കാം. നബിയെ, ഇനി അങ്ങിറങ്ങി, ഞങ്ങൾ വാഹനത്തിൽ കയറേണ്ട സമയമാണ്, പക്ഷേ ഞങ്ങൾ കയറുന്നില്ല, അങ്ങ് കയറിയാ മതി, അങ്ങിറങ്ങണ്ട, ഞങ്ങൾക്ക് നടന്നോളാം. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അൻതുമാ ബിഅഖ്വാ മിന്നീ വലാ അന ബിഅഗ്നാ അനിൽ അജ്രി മിൻകുമാ. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്നെക്കാൾ ശക്തരല്ല, പ്രതിഫലത്തോട് നിങ്ങളെക്കാൾ താല്പര്യമില്ലാത്തവനുമല്ല ഞാൻ. എനിക്കും പ്രതിഫലം വേണം, അതുകൊണ്ട് നടന്ന കൂലി എനിക്കും കിട്ടണ്ടേ? നിങ്ങൾക്ക് മാത്രം കിട്ടിയാൽ മതിയോ? അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന നടത്തി വാഹനത്തിൽ നിങ്ങൾ നടക്കാൻ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് വലിയ ആരോഗ്യമുണ്ട് എന്ന്, ഇന്നേക്കാൾ ആരോഗ്യം നിങ്ങൾക്കൊന്നുമില്ല. അതും പറഞ്ഞു കേട്ടോ. അതും കഴിഞ്ഞിട്ടോ. വേറെന്ന് പറയാം. ولما كان بناء المسجد النبوي بالمدينة توفق رسول الله صلى الله عليه وسلم ينقل معهم ലബിന. മദീനയിലെ നബവി മസ്ജിദ് നിർമ്മിക്കുന്ന വേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം നിർമ്മാണ കട്ടകൾ എടുത്തു കൊടുക്കാൻ തുടങ്ങി. പള്ളി ഉണ്ടാക്കണ കട്ടേ ഇഷ്ടി അങ്ങനെ പണിക്കാരെ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എടുത്തു കൊടുക്കുകയാണ്. വഹുവ യഖൂൽ മുതമസ്സിലൻ ബിശിഅരി റജുലിൻ മിനൽ മുസ്ലിമീൻ. മുസ്ലിങ്ങൾ ഒരാളുടെ കവിത പാടിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നൽ അജ്റ അജ്റുൽ ആഖിറ ഫർഹമിൽ അൻസ്വാറ വൽ മുഹാജിറ. അല്ലാഹുവേ, തീർച്ചയായും പ്രതിഫലം പരലോകത്തിൻ്റെ പ്രതിഫലമാണ്. കൂലി എന്ന് പറഞ്ഞാൽ ദുന്യാവത്തെ കൂലിയല്ല, കൂലി ആഖിറത്തിലെ കൂലിയാണ് കൂലി. അതിനാൽ അൻസ്വാറുകളോടും മുഹാജിറുകളോടും കരുണ കാണിക്കണമേ അല്ലാഹ് എന്ന് പറയണേ. വലമ്മാ റഅൽ മുസ്ലിമൂന നശാതഹു ഫിൽ അമലി ഖാല ബഅ്ദുഹും. ജോലിയിലുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്മേഷം കണ്ടപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു, ലഇൻ ഖഅദ്നാ വന്നബിയ്യു യഅമലു ഫദാക മിന്നൽ അമലുൽ മുളല്ലലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജോലി ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ ഇരുന്നാൽ തീർച്ചയായും അത് നമ്മിൽ നിന്നുള്ള പിയച്ച പ്രവർത്തനമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാ വിശ്രമിക്കുന്നത്? പറയട്ടെ. ഫലഖിയഹു റജുലുൻ വമഅഹു ലബിനത്തുൻ ഫഖാൽ അഅ്തിനിഹാ യാ റസൂലല്ലാഹ്. കയ്യിൽ ഒരു കട്ടയുമായി നിൽക്കുന്ന തിരുമേനിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ കണ്ടുമുട്ടി.
അയാൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അത് എനിക്ക് തരുമോ? ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം, നിങ്ങൾ ഏറ്റണ്ട, എനിക്ക് തരൂ. ഫഖാൽ ഇദ്ഹബ് ഫഖുദ് ഗൈറഹാ ഫലസ്തു ബിഅഫ്ഖറ ഇലല്ലാഹി മിന്നീ. ഫലസ്താട്ടോ, അല്ല തെറ്റിപ്പോയി, ഫലസ്തു നയിക്കണേ. ഇദ്ഹബ് ഫഖുദ് ഗൈറഹാ ഫലസ്ത ബിഅഫ്ഖറ ഇലല്ലാഹി മിന്നീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പോയി വേറെ ഒന്നെടുത്തുകൊള്ളുക, എന്നെക്കാൾ അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവനല്ല നീ, എന്നെക്കാൾ അള്ളാഹിനെക്കൊള്ള ആവശ്യമുള്ളവനല്ലല്ലോ നീ. അപ്പം ഞാനും പണിയെടുക്കട്ടെ, എനിക്ക് വേണമെങ്കിൽ വേറെ പോയി കല്ലെടുത്തോ. കമാ അന്നഹു ശാറകഹും ഫീ ഹഫ്രിൽ ഖന്ദഖി. വേറെ പറയാം, കമാ അന്നഹു ശാറകഹും ഫീ ഹഫ്രിൽ ഖന്ദഖി. അഹ്സാബ് യുദ്ധത്തിൽ കിടങ്ങ് കുഴിക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തു. അതാണ് അഹ്സാബ് യുദ്ധം, ഖന്ദഖ് യുദ്ധം, അഹ്സാബ് യുദ്ധം, എല്ലാവരും കൂടി ഒത്തുവന്ന യുദ്ധം. ആയിലും കിടങ്ങ് കുഴിക്കുമ്പോൾ നബി തങ്ങൾ പങ്കെടുത്തു. വകാന യൻഖുലു തുറാബ ഹത്താ ബറ ബതുനുഹു. വയറിൽ മണ്ണ് പുരളുവോളം അവർ മണ്ണ് ചുമക്കുന്നുണ്ടായിരുന്നു. കിടങ്ങിട്ടാക്കല്ല, കുഴി ഉണ്ടാക്കല്ല. അപ്പോൾ കുഴിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ മണ്ണ് കൊത്തിത്തരും. ആ മണ്ണ് കൊത്തിയിട്ട് അത് കോരിങ്ങാണ്ട് പുറത്ത് കൊണ്ടേക്ക് ഇടണം, ഏറ്റിക്കൊണ്ടോണം. റസൂലുള്ള പങ്കെടുത്തു കുട്ടികളെ, റസൂലുള്ള പങ്കെടുത്ത് മണ്ണ് കൊത്തിയിട്ട മണ്ണ് വാരാൻ കൂടിക്കൊടുത്തു. എന്നിട്ട് അവിടുത്തെ വയറുമലൊക്കെ എന്ത് ചെയ്ത് മണ്ണ് പുരണ്ടിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കാൻ, എന്താ ഇപ്പോൾ ഇതൊക്കെ ലോകത്തിന് നേതാവിൻ്റെ അവസ്ഥ. വെറുതെ അല്ല. വഹുവ യഖൂലു മുതമസ്സിലൻ ബികലിമാത്ത്. അബ്ദുല്ലാഹി ഇബ്നു റവാഹയുടെ വരികൾ പാടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈനാ ഫഅൻസിലൻ സകീനതൻ അലൈനാ വഅസബ്ബിതിൽ അഖ്ദാമ ഇല്ലാ ഖൈനാ. ഇതാ പാട്ട്. അല്ലാഹുവാണ് സത്യം, അല്ലാഹു ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നേർമാർഗം പ്രാപിക്കില്ലായിരുന്നു. ഞങ്ങൾ ദാനം ചെയ്യുകയോ നമസ്കരിക്കുകയോ ഇല്ലായിരുന്നു. ഫഅൻസിലൻ സകീനതൻ അലൈനാ വഅസബ്ബിതിൽ അഖ്ദാമ ഇല്ലാ ഖൈനാ. ഞങ്ങളുടെ മേൽ നീ ശാന്തി ഇറക്കിത്തരണമേ, ഞങ്ങൾ ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തണമേ. ഇങ്ങോട്ട് ബാക്കി. ഇന്നൽ ഉലാ ഖദ് ബഗൗ അലൈനാ ഇദാ അറാദു ഫിത്നതൻ ആബൈനാ. തീർച്ചയായും ആ ആളുകൾ, ശത്രുക്കൾ ഞങ്ങളുടെ മേൽ അതിക്രമം കാണിച്ചിരിക്കുന്നു. അവർ കുഴപ്പം ഉദ്ദേശിച്ചാൽ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലുലാ ഖദ് ബഗൗ അലൈനാ ഇദാ അറാദു ഫിത്നതൻ ആബൈനാ. ഇനി പറയാണ്, വറുബ്ബമാ കാന യഹ്ഫിറു ഹത്താ യുഇയ ഫയജ്ലിസു ഹത്താ യസ്തരീഹ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷീണിക്കുന്നത് വരെ കുഴിക്കുമായിരുന്നു, എന്നിട്ട് വിശ്രമിക്കാനായിരിക്കും. വയജ്അലു അസ്ഹാബഹു യഖൂലൂന യാ റസൂലല്ലാഹ് നഹ്നു നക്ഫീക. അല്ലാഹ് അത് കാണുമ്പോൾ അപ്പോൾ കൂട്ടുകാർ സഹാബത്ത് പറയും, അള്ളാഹുവിൻ്റെ റസൂലേ,
ഞങ്ങൾ അത് ചെയ്തു കൊള്ളാം. ഫയഖൂൽ ഉരീദു മുശാറക്കത്തക്കും ഫിൽ അജ്ർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, പ്രതിഫലത്തിൽ നിങ്ങളോടുകൂടെ പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മക്കളെ, അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ലീഡറാന്നും പറഞ്ഞ് അവിടെ പോയി ഇരിക്കുകയല്ല, കഠിനാധ്വാനം ചെയ്യുന്നു, ക്ഷീണിച്ചവശനാകുന്നു, ക്ഷീണം മാറ്റാനിരിക്കുന്നു. സ്വഹാബത്ത് സ്നേഹത്തോടെ ചോദിക്കുന്നു, ഞങ്ങളുണ്ടല്ലോ, എടുത്തോളാലോ, അവിടുന്ന് വിശ്രമിച്ചൂടെ? മുത്തായ റസൂലുള്ളാഹ് സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബാ, നാളെ അല്ലാഹു തആല ഖന്തക്കിൽ, അതേ അഹ്സാബ് യുദ്ധത്തിൽ കിടങ്ങേറിയ ആളുകൾക്ക് പ്രതിഫലം കൊടുക്കുമ്പോൾ എന്നെയും വിളിച്ച് എനിക്കും തരാൻ, നിങ്ങളെ കൂടെ പങ്കാകാൻ ഞാൻ ആഗ്രഹിച്ചതാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹ്, ആ നബിയോടുള്ള സ്നേഹം ഞങ്ങളെ ഹൃദയത്തിൽ ഏറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാഹ്. മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഖളത്തം വമനാമൻ കാണാൻ ഞങ്ങൾക്കും ഞങ്ങൾക്കുള്ളവർക്കും തുണ കൂട്ടണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് ഞങ്ങൾക്കൊക്കെ സർവപാപങ്ങളും പുറത്തു തരണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യവും അഫിയത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ്, ഉസ്താദുമാരായി, കൂട്ടുകാരായി, ഭക്ഷണം തന്നവരായി, സ്നേഹിച്ചവരായി പലരും ആറടി മണ്ണിലേക്ക് പോയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ വരെ ബർസഖിയ ലോകത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഖബർ കണ്ണെത്താ ദൂരം വിശാലാക്കി കൊടുക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്, ഓർമ്മശക്തി തരണേ അല്ലാഹ്. പഠിച്ചോനെ, ഉമ്മാക്കു ഉപ്പാക്കു ഉപകരിക്കുന്ന നല്ല മക്കളാക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും.